ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസത്തെ റാലിക്ക് ശേഷം സെൻസെക്സ് നിഫ്റ്റിയും നല്ല രീതിയിൽ വീണ ഒരു ദിവസമാണെന്ന്. സെൻസെക്സ് ഏകദേശം 625 പോയിന്റോളം ഇടിഞ്ഞിരുന്നു. നിഫ്റ്റിയും 24,850 താഴെയാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 625 പോയിന്റ് താഴ്ന്ന് 81,551ലും നിഫ്റ്റി 175 പോയിന്റോളം താഴ്ന്ന് 24,826ലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ചെറിയ രീതിയിൽ പോസിറ്റീവ് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. മിഡ് ക്യാപ്പ് ഒരു 0.15%, സ്മോൾ ക്യാപ്പ് 0.1% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ FMCG, IT, ഓട്ടോ, ബാങ്കിങ് സെക്ടറുകളൊക്കെ 0.7 മുതൽ 1% വരെ താഴോട്ട് പോയിരുന്നു. PSU ബാങ്ക്, മീഡിയ, റിയൽറ്റി സ്റ്റോക്കുകളെല്ലാം ചെറിയ രീതിയിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഏകദേശം 5.55% വർദ്ധിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ ടോപ്പ് ഗെയിനേഴ്സിൽ ഇന്ന് ജിയോ ഫിനാൻസ് ആയിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇനി അൾട്രാടെക് സിമെൻറ്റ്, ITC, JSW സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയവയായിരുന്നു ടോപ്പ് ലോസേഴ്സിൽ വരുന്നത്. ഇനി ടോപ്പ് ഗെയിനേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞു ജിയോ ഫിനാൻസ്, അതുകൂടാതെ ഇൻഡസിൻഡ് ബാങ്ക്, സൺഫാർമ, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി NSEയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിരുന്നു. ഏകദേശം 1412 സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ 1462 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇനി നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാളെ മെയ് 28 ബുധനാഴ്ച റിസൾട്ട് വരുന്ന കമ്പനികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഏകദേശം 359 കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രം നോക്കുകയാണെങ്കിൽ കമിൻസ് ഇന്ത്യ, IRCTC, സെയിൽ, 3M ഇന്ത്യ, ദീപക് നൈട്രൈറ്റ്, ബാറ്റ ഇന്ത്യ, നാറ്റ്കോ ഫാർമ, ഗ്രാന്യൂൾസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. മൊത്തം ലിസ്റ്റ് ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് കിടക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് സ്റ്റോക്ക് ബ്രോക്കിംഗ് സെക്ടറുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ ലീഡിംഗ് സ്റ്റോക്ക് ബ്രോക്കർ ആയിട്ടുള്ള ഗ്രോ അവരുടെ മിനിമം ബ്രോക്കറേജ് 150% വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ 21 മുതലായിരിക്കും ഈ ഒരു വർധനവ് നിലവിൽ വരുന്നത്. ഇപ്പോഴുള്ള ബ്രോക്കറേജ് 2 രൂപ മുതൽ 20 രൂപ വരെ ആയിരുന്നു ഓർഡറിന് മുകളിൽ. പക്ഷേ അവരത് മിനിമം സ്ലാബ് 5 രൂപയായി വർദ്ധിപ്പിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബ്രോക്കറേജ് കമ്പനികളെല്ലാം അവരുടെ പ്രോഫിറ്റബിലിറ്റി വളരെയധികം കുറഞ്ഞിരുന്നു. അവരുടെ ഇൻകംസ് എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞു വരികയായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സെബിയുടെ പുതിയ റൂളുകൾ കാരണം F&O ട്രേഡ്സ് എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള ഇൻകംസ് അവരുടെ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതുകൂടാതെ അവരുടെ ടോട്ടൽ ട്രേഡിംഗ് വോളിയം ബേസ് ചെയ്തിട്ട് അവർക്ക് എക്സ്ചേഞ്ചിൽ നിന്നൊരു ട്രാൻസാക്ഷൻ ചാർജ് എന്നൊരു നിശ്ചയ % ലഭിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സെബി റീസെൻ്റ് ആയിട്ട് പല സ്റ്റെപ്പുകളും എടുത്തിരുന്നു. ഇതൊക്കെ കാരണം ബ്രോക്കറേജ് അവരുടെ റവന്യൂ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ അവരത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഗ്രോ മാത്രമല്ല, മറ്റു പല ബ്രോക്കേഴ്സും അവരുടെ ചാർജസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റു ചില ബ്രോക്കേഴ്സ് അടുത്ത് തന്നെ അവരുടെ ചാർജസ് വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. ഗ്രോയിൻ്റെ കേസിൽ അവരുടെ ചാർജസ് മാത്രമല്ല, MTFൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഡെപ്പോസിറ്ററി ചാർജസും കൂട്ടിയിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് US ഡെപ്റ്റുമായി ബന്ധപ്പെട്ടാണ്. US നാഷണൽ ഡെപ്റ്റ് 36 ട്രില്യൺ ടച്ച് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് ട്രംപ് പുതിയ ഒരു ടാക്സ് കട്ട് ബില്ല് കൊണ്ടുവന്നിരുന്നു. അതും ഈ ഒരു നാഷണൽ ഡെപ്റ്റ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഈ ഒരു 36.2 ട്രില്യൺ എന്ന് പറയുന്നത് US ടോട്ടൽ GDPയുടെ 122% വരും. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞത് മൂഡീസ് അവരുടെ US ക്രെഡിറ്റ് റേറ്റിംഗ് താഴ്ത്തിയിരുന്നു. ഇനി ഈ ഒരു ഡെപ്റ്റ് അബ്സല്യൂട്ട് നമ്പറിൽ നോക്കുകയാണെങ്കിലും GDP ആയി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിലും ലോകത്തിലെ തന്നെ ഹയസ്റ്റ് നാഷണൽ ഡെപ്റ്റുകളിലൊന്നാണ്. COVID-19 പാൻഡമിക്, അതായത് 2020 സമയത്തും ഈ ഒരു ഡെപ്റ്റ് GDP റേഷ്യോ 133% ടച്ച് ചെയ്തിരുന്നു. അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതൊരു വളരെ വലിയൊരു നമ്പർ തന്നെയാണ്. അടുത്തത് ജിയോ ഫിനാൻസുമായി ബന്ധപ്പെട്ടാണ്. ജിയോയും ബ്ലാക്ക് റോക്കുമായി ചേർന്ന് ഒരു JV സ്ഥാപിച്ചിരുന്നു. അവർക്ക് മ്യൂച്വൽ ഫണ്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സെബി അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ജിയോ ബ്ലാക്ക് റോക്ക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ജിയോ ഫിനാൻഷ്യൽ സർവീസസും ബ്ലാക്ക് റോക്കും 50% ഷെയർസുള്ള ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ബ്ലാക്ക് റോക്ക് ഈ രംഗത്തെ ആഗോള ഭീമൻ തന്നെയാണ്. എന്തായാലും ഇന്ത്യക്ക് അനുയോജിച്ച ഒരു പ്ലാനുകൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയണം. സെറോദ റീസെൻ്റായിട്ട് അസറ്റ് മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത്യാവശ്യം വളരെ വേഗത്തിൽ തന്നെ അവരും ഗ്രോ ചെയ്യുന്നുണ്ട്. എന്തായാലും ജിയോവും ഈ സ്പേസിലേക്ക് വരികയാണ്. നമുക്ക് കണ്ടറിയാം എന്ത് സംഭവിക്കുന്നുള്ളത്. സാധാരണ ജിയോ ഏതൊരു സ്പേസിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും മറ്റു കമ്പനികളെ മൊത്തം തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില സ്ട്രാറ്റജികളായിട്ടാണ് വരാറുള്ളത്. എങ്കിലും ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സ്പേസ് അങ്ങനെ വരികയെന്ന് ആർക്കും തോന്നുന്നില്ല. എങ്കിലും നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നുള്ളത്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ ഡെവലപ്മെൻ്റ് ആയിട്ട് റിലയൻസും അദാനിയും കൂടി ഏകദേശം 1.25 ട്രില്യൺ റുപ്പീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്.
റിലയൻസ് ടോട്ടൽ 75,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നോർത്ത് ഈസ്റ്റിൽ അടുത്ത 5 വർഷത്തിൽ നടത്താൻ പോകുന്നത്. അതുവഴി ഏകദേശം 2.5 മില്യൺ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ടുള്ള ജോബുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. മെയിനായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് റീറ്റെയിൽ, സോളാർ എനർജി, 5G എക്സ്പാൻഷൻ തുടങ്ങിയ മേഖലകളിലാണ്. ഇനി അദാനി ഗ്രൂപ്പും 50,000 കോടിയാണ് നോർത്ത് ഈസ്റ്റിൽ അടുത്ത 10 വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് മുമ്പ് അദാനി ഗ്രൂപ്പ് ഒരു 50,000 കോടിയുടെ ആസാമിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലെഡ്ജ് ചെയ്തിരുന്നു. അദാനി പ്രധാനമായിട്ടും ഗ്രീൻ എനർജി, ഹൈഡ്രോ പവർ, റോഡുകൾ, സ്മാർട്ട് മീറ്റേഴ്സ്, ലോജിസ്റ്റിക്സ്, വൊക്കേഷണൽ ട്രെയിനിങ് തുടങ്ങിയ മേഖലകളിലാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പോകുന്നത്. എന്തായാലും ഇന്ത്യയിൽ വലിയ വലിയ കമ്പനികൾ ആ ഒരു ഭാഗത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെയായിട്ട് വന്ന ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളാണ്. ആദ്യം നോക്കാൻ പോകുന്നത് ഇൻഫോഡ്ജിൻ്റെ റിസൾട്ടാണ്. അവർ ഇന്ന് റീസെൻ്റായിട്ട് വന്ന റിസൾട്ടാണ്. ഇൻഫോഡ്ജിൻ്റെ Q4 പ്രോഫിറ്റ് 667% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. അത് 461 കോടി ആയിട്ടുണ്ട്. റവന്യൂ 14% ഇയർ ഓൺ ഇയർ വർധനവുണ്ട്. അത് 750 കോടി ആയിട്ടുണ്ട്. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിലും 91% വർധനവുണ്ട്. അതിൽ റവന്യൂ 4% വർദ്ധിച്ചിട്ടുണ്ട്. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫൈനൽ ഡിവിഡൻഡായിട്ട് ₹3.60 ഒരു ഷെയറിന് മുകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നസാര ടെക്നോളജീസിൻ്റെ റിസൾട്ടാണ്. നസാര ടെക്നോളജീസിൻ്റെ Q4 റവന്യൂ 95% വർദ്ധിച്ചിട്ടുണ്ട്. അത് 520 കോടി ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 4 കോടി ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അവരുടെ സ്പോർട്സ് സെഗ്മെൻറ്റും ഗെയിമിംഗ് റവന്യൂവും വളരെയധികം സ്ട്രോങ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. റവന്യൂ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും FY25 അവരുടെ പ്രോഫിറ്റ് 31.8% താഴ്ന്നിട്ടുണ്ട്. കമ്പനി റീസെൻ്റായിട്ട് ചില അക്വിസിഷൻസ് നടത്തിയിരുന്നു. അതുവഴി അവർ എക്സ്പാൻഷന് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർ ഷെയർ ചെയ്യുക.